ഓൺലൈൻ പെൺവാണിപ്പത്തിന്റെ മറവിൽ മനുഷ്യക്കടത്തെന്ന് സംശയിക്കുന്നതായി പോലീസ്. രാഹുൽ പശുപാലൻ അടക്കമുള്ളവരുടെ സാമ്പത്തിക സ്രോതസ്സും മുംബൈ ബന്ധവും അന്വേഷിക്കണമെന്നും പോലീസ് പറയുന്നു. അതേസമയം ഓൺലൈൻ പെൺവാണിപ്പ കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ തന്നെ കുടുക്കിയതാണെന്ന് രാഹുൽ പശുപാലൻ പറഞ്ഞു. ഓൺലൈൻ പെൺവാണിഭ കേസിൽ അറസ്റ്റിലായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് നിർണായകമായ വിവരങ്ങൾ. ഓൺലൈൻ പെൺവാണിഭത്തിനൊപ്പം പ്രതികൾ മനുഷ്യക്കടത്തും നടത്തിയതായി പോലീസ് പറയുന്നു. രാഹുൽ പശുപാലൻ അടക്കമുള്ള പ്രതികളുടെ മുംബൈ ബന്ധവും സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കണം. അന്യസംസ്ഥാന സെക്സ് റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പെൺകുട്ടികളെ സംഘം വലയിലാക്കാൻ ശ്രമിച്ചതായും സംശയമുണ്ട്. ഇക്കാര്യങ്ങളിൽ പ്രതികളെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കി. തുടർന്ന് പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രാഹുൽ പശുപാലനും രശ്മി നായരുമടക്കമുള്ള പ്രതികളെ 7 ദിവസത്തെയും മറ്റ് 6 പ്രതികളെ 3 ദിവസത്തെയും കസ്റ്റഡിയിലാണ് വിട്ടത്. അതേസമയം തങ്ങളെ കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് രാഹുൽ പശുപാലൻ പറഞ്ഞു. അതെ, കുടുക്കിയതാണ്. അതെ, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് മറ്റൊരു പ്രതിയായ അബ്ദുൽ ഖാദറും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചിരുന്ന ജോഷി ഉൾപ്പെടെ 3 പ്രതികൾ കൂടി പിടിയിലായി. പ്രധാന ഇടനിലക്കാരൻ ജോയ്സി, സഹായി അനൂപ് എന്നിവരാണ് പിടിയിലായ മറ്റു 2 പേർ. കൊച്ചി, ചേർത്തല എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പറവൂർ, വരാപ്പുഴ തുടങ്ങിയ ഒട്ടേറെ പ്രമാദമായ പെൺവാണിഭ കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായ ജോഷി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പെൺവാണിഭ സംഘത്തിന് എത്തിച്ചു നൽകിയിരുന്നത് ഇയാളായിരുന്നു. ഓൺലൈൻ പെൺവാണിഭ സംഘം അറസ്റ്റിലായതോടെ ജോഷിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിനെ തുടർന്ന് ജോഷിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും 3 പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ഈ സംഘത്തിനു മുമ്പാകെയാണ് പുലർച്ചെ ഇയാൾ കീഴടങ്ങിയത്. ഇതിനിടെ ജോഷി കീഴടങ്ങിയതല്ല, അറസ്റ്റിലാവുകയായിരുന്നു എന്ന വിശദീകരണവുമായി പോലീസ് രംഗത്തെത്തി. രാവിലെ ചേർത്തലയിൽ നിന്നും അന്വേഷണ സംഘം ഇയാളെ പിടികൂടുകയായിരുന്നുവെന്നാണ് പോലീസ് നിലപാട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പോലീസ് നിയമന തട്ടിപ്പിന് പിന്നിൽ ആഭ്യന്തരമന്ത്രിയും ഓഫീസുമാണെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേസിലെ പ്രതി ശരണ്യ. ഏതു വിധത്തിലുള്ള സമ്മർദ്ദമുണ്ടായാലും മൊഴി മാറ്റില്ലെന്ന് കായംകുളത്ത് മാധ്യമപ്രവർത്തകരോട് ശരണ്യ പറഞ്ഞു. തട്ടിപ്പിന് പിന്നിൽ ആഭ്യന്തരമന്ത്രിയും ഓഫീസുമാണെന്ന് ഹരിപ്പാട് കോടതിയിൽ നേരത്തെ ശരണ്യ മൊഴി നൽകിയിരുന്നു. പോലീസ് നിയമന തട്ടിപ്പ് കേസിലെ പ്രതി ശരണ്യയാണ് കായംകുളം കോടതി പരിസരത്ത് വെച്ച് ആഭ്യന്തരമന്ത്രിക്കും ഓഫീസിനുമെതിരെ വീണ്ടും രംഗത്ത് വന്നത്. കഴിഞ്ഞ ആഴ്ചയിലാണ് ഹരിപ്പാട് മജിസ്ട്രേറ്റിന് മുന്നിൽ ശരണ്യ രഹസ്യമൊഴി നൽകിയത്. നിയമന തട്ടിപ്പിനുള്ള സഹായം നൽകിയത് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസാണെന്നും ഇത് ആഭ്യന്തരമന്ത്രിക്ക് അറിയാമെന്നുമാണ് ശരണ്യ നൽകിയ മൊഴി. ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായാണ് ഇന്ന് ശരണ്യ പറഞ്ഞത്. ശരണ്യയുടെ മൊഴി മാറ്റുന്നതിന് പലതരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ഉറച്ച നിലപാടുമായി ശരണ്യ വീണ്ടും രംഗത്തെത്തിയത്. പോലീസിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് 2 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഇടനില നിന്ന് ആഭ്യന്തരമന്ത്രിയുമായി നേരിട്ട് കണ്ട് സംസാരിച്ചതായും ശരണ്യ പറയുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും സത്യസന്ധമായ അന്വേഷണം നടക്കുന്നില്ലെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഷദ്ഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വിവിധ സ്റ്റേഷനുകളിലായി 30-ലധികം പരാതികളാണ് പോലീസ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭ്യമായത്. വ്യാജരേഖയുണ്ടാക്കിയും പോലീസ് ക്യാമ്പുകളിൽ എത്തിച്ച് ഉന്നതരുമായി സംസാരിച്ചും ഉദ്യോഗാർത്ഥികളെ തട്ടിപ്പുകാർ കുടുക്കുകയായിരുന്നു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ അമ്പലപ്പുഴ, തൃക്കുന്നപ്പുഴ, കനകക്കുന്ന്, കായംകുളം, കരിയിലക്കുളങ്ങര, ഹരിപ്പാട് സ്റ്റേഷനുകളിലായി 30-ലധികം പരാതികളാണ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നിലുള്ളത്. വ്യാജരേഖയുണ്ടാക്കി നിയമന ഉത്തരവ് നൽകിയും ആവശ്യക്കാരെ വിവിധ പോലീസ് ക്യാമ്പുകളിലെത്തിച്ച് ഉന്നതരുമായി സംസാരിച്ചും ഫോണിലൂടെ ഡിവൈഎസ്പി എന്ന് പരിചയപ്പെടുത്തിയുമാണ് ഉദ്യോഗാർത്ഥികളെ തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചിരുന്നത്. 75,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് പലരിൽ നിന്നായി തട്ടിപ്പുകാർ വാങ്ങിയത്. അങ്ങനെ 3 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ്. തട്ടിപ്പ് മനസ്സിലാക്കിയ ചിലർ പണം തിരികെ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പിന്റെ രഹസ്യം പുറത്തുവരുന്നത്. പ്രശ്നം ഒതുക്കി തീർക്കാൻ പോലീസ് തിരക്കിട്ട ശ്രമവും തുടങ്ങി. ഇതിനെ തുടർന്ന് ഒരു ഘട്ടത്തിൽ 10 ലക്ഷം രൂപ പരാതിക്കാർക്ക് മടക്കി നൽകുകയും ചെയ്തു. എന്നാൽ തട്ടിപ്പ് വീണ്ടും തുടരുകയും ചെയ്തു. മുഖ്യപ്രതികളിലൊരാളായ ശരണ്യയ്ക്ക് ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസിലെ ഒരു വിഭാഗം തന്നെ വ്യക്തമാക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ സീലുകളും രേഖകളും എങ്ങനെ തട്ടിപ്പിന് ഉപയോഗിക്കാനായെന്ന ചോദ്യം ശക്തമാകുമ്പോൾ വ്യാജ സീലും രേഖകളും ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഓഫീസിനും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് ശരണ്യ കോടതിയിൽ രഹസ്യമൊഴി നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇടനില നിന്ന് ആഭ്യന്തരമന്ത്രിയുമായി നേരിട്ട് കണ്ട് സംസാരിച്ചതനുസരിച്ചാണ് താൻ മുന്നോട്ടു പോയതെന്നാണ് ശരണ്യ വ്യക്തമാക്കുന്നത്. ശരണ്യയുടെ മൊഴി മാറ്റുന്നതിന് പലതരത്തിലുമുള്ള സമ്മർദ്ദം ശക്തമായിരിക്കെ തന്നെ ബലിയാടാക്കുന്നുവെന്നും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ശരണ്യ വ്യക്തമാക്കുന്നു.
വക്കീൽ നോട്ടീസ് അയച്ചാലും ഞാൻ ഇതിന് പിന്മാറാൻ പോകുന്നില്ല. ന്യൂസ് ഡെസ്ക്. കൊല്ലത്ത് 4 സ്കൂൾ വിദ്യാർത്ഥിനികളെ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. പഴയാറ്റിൻകുഴി വിമലഹൃദയ സ്കൂളിലാണ് സംഭവം. അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്ത പുറത്തായതിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയുമുണ്ടായി. 1 വർഷം മുമ്പ് വിമലഹൃദയ സ്കൂളിൽ കമ്പ്യൂട്ടർ അധ്യാപകനായി ചുമതലയേറ്റ ടിജോ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. രാവിലെ വിവിധ ക്ലാസുകളിലെ 4 വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി സ്കൂളിൽ എത്തിയത്. എന്നാൽ നേരത്തെ പരാതികൾ ഉണ്ടായിട്ടും പോലീസിനെ അറിയിക്കാതെ സംഭവം ഒതുക്കി തീർക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ശ്രമിച്ചെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു. പ്രകോപിതരായ നാട്ടുകാർ പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി പ്രതിയെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതിനാലാണ് പ്രതിഷേധിച്ചതെന്ന് സ്കൂളിലെത്തിയ രക്ഷിതാക്കൾ പറഞ്ഞു. ഒരു കുട്ടിയെ കമ്പ്യൂട്ടർ ടീച്ചർ സാറ് പീഡിപ്പിച്ചെന്നുള്ളതാണ് ആ കൊച്ചി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പേരൻസ് ഇവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും ടീച്ചറിനെ ഞങ്ങൾ പുറത്താക്കി, ഇവിടുന്ന് സ്കൂളിൽ പുറത്താക്കിയെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടില്ലാരെയും. പക്ഷേ പിന്നീട് 9 മണിയായപ്പോഴത്തേക്ക് പോലീസുകാർ അതിനെ തുടർന്ന് ബാക്കിയുള്ള പേരൻസ് എല്ലാം ഇവിടെ വന്നപ്പോഴും ആളിനകത്ത് തന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂൾ മാനേജ്മെന്റ് കാണിക്കുന്ന വളരെ നികൃഷ്ടമായ പരിപാടിയാണ് നമ്മൾ കാണുന്നത്. അധ്യാപകനെ ഉടൻ പുറത്താക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായിട്ടും ആവശ്യമായ ചികിത്സ നൽകാതെ സംഭവം മറച്ചുവെച്ചതായി ആരോപണം. ഭക്ഷ്യവിഷബാധയാണെന്ന് സംശയം ഉയരുകയാണ്. ഹോസ്റ്റലിൽ നിന്നും ഭക്ഷണം കഴിഞ്ഞ ശേഷമാണ് രോഗമുണ്ടായതെങ്കിലും 4 ദിവസമായി അധികൃതർ സംഭവം മറച്ചുവെക്കുകയായിരുന്നു. കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്ന് അവശരായിട്ടും ആവശ്യമായ ചികിത്സ നൽകാൻ അധികൃതർ തയ്യാറായില്ല. ഭക്ഷ്യവിഷബാധയാണെന്ന സംശയം ഉയരുകയാണ്. സംഭവം പുറത്തറിയുന്നതിനാൽ മാനേജ്മെന്റിന്റെ ഒത്താശയോടെ പരിശോധനയ്ക്ക് ശേഷം വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനോ വീട്ടിലേക്ക് അയക്കാനോ മാനേജ്മെന്റ് തയ്യാറായില്ല. തിരിച്ച് ഹോസ്റ്റലിലെത്തിയ വിദ്യാർത്ഥിനികൾ ഇതേ ഭക്ഷണം വീണ്ടും കഴിച്ചതിനെ തുടർന്ന് രോഗം ഗുരുതരമായി. ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റിന്റെ പപ്പയാണ്. എന്നെ ഇവിടുത്തെ വാർഡൻ വിളിച്ച് പറയുന്നത്, ഇപ്പം എൻ്റെ മോളിങ്ങനെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെ ഛർദിയൊക്കെ ആയിട്ട്, അതുകൊണ്ട് വേഗം പറഞ്ഞെന്ന് പറഞ്ഞു. ഇതിപ്പോൾ കുറേ ആയി. എൻ്റെ മോള് വിളിച്ച് പറഞ്ഞു, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. 4-5 ദിവസമായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഭക്ഷണം നല്ല മോശമാണെന്ന് പിള്ളേർ പറയുന്നു. വളരെ മോശമായിട്ടാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇന്റൻസീവ് കെയർ യൂണിറ്റിലടക്കം ചിലരെ മാറ്റേണ്ടി വന്നു. സംഭവം പുറത്തറിഞ്ഞ് കണ്ണൂർ മേയർ ഇ പി ലത, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദിവ്യ അടക്കം സ്ഥലത്തെത്തിയതോടെ സംഭവം പുറത്തറിയുകയായിരുന്നു. വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായ ചികിത്സയും ഭക്ഷണവും നൽകാത്ത മാനേജ്മെന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പീപ്പിൾ ഇമ്പാക്ട് വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ആദ്യ കേസ്. കെപ്കോ ചെയർമാനും പത്തനംതിട്ട SNDP യൂണിയൻ പ്രസിഡന്റുമായ കെ പത്മകുമാറിനെതിരെയാണ് കേസ്. പത്മകുമാർ 47.5 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യ കേസാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത്. പത്തനംതിട്ട SNDP യൂണിയൻ കമ്മിറ്റി അംഗം രനേശാണ് യൂണിയൻ നേതൃത്വത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെ: 2007-2008 കാലയളവിൽ വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്നും പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്തു. ഇത് ശാഖാ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്നാണ് പ്രധാന പരാതി. പൊതുപണം സ്വന്തം ആവശ്യത്തിന് ദുർവിനിയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട SNDP താലൂക്ക് യൂണിയൻ പ്രസിഡന്റും കെപ്കോ ചെയർമാനുമായ കെ പത്മകുമാറിനെ 1-ാം പ്രതിയും യൂണിയൻ സെക്രട്ടറി CN വിക്രമനെ 2-ാം പ്രതിയുമാക്കിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. തട്ടിപ്പ് നടത്തണമെന്ന് കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തിയതിനുൾപ്പെടെ 120B, 420, 409, 477A, 34 IPC വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. SNDP യൂണിയന്റെ മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള ശാഖാംഗങ്ങൾ കോടതിയിൽ നിന്നും ജപ്തി നടപടി നേരിടുന്ന ഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.